ഈ ശബരിമല അയ്യപ്പൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആളാണോ? ഈ ആണെങ്കിൽ ഒരു കഥ എനിക്ക് ചോദിക്കാനുണ്ട്. അയ്യപ്പൻ ഒരു കാമുകി ഉണ്ടായിരുന്നു, ലളിത. അത് ആലപ്പുഴ ജില്ലയിലെ ചീരപ്പഞ്ചിറ കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു. അയ്യപ്പൻ അവിടെയാണ് കളരി പഠിക്കാൻ പോയത്. കേരളത്തിലെ പുരാതനമായ ഈഴവ കുടുംബമാണ് ചീരപ്പഞ്ചിറ. നമ്മുടെ സുശീല ഗോപാലിനൊക്കെ ആ കുടുംബത്തിൽപ്പെട്ടാന്ന് കേട്ടിട്ടുണ്ട്, CPM നേതാവ്. അപ്പോൾ അയ്യപ്പൻ അവിടെ വന്ന് കളരി പഠിക്കുകയും പിന്നീട് ലളിതയ്ക്ക് അയ്യപ്പന് തിരിച്ചുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ലളിതയ്ക്ക് അയ്യപ്പനോടൊരു പ്രണയമുണ്ടാവുകയും അങ്ങനെ അയ്യപ്പൻ ലളിതയെ വിവാഹം ചെയ്യുകയാണെങ്കിൽ അന്ന് ചാർത്താനുള്ള ലളിതയ്ക്ക് അണിയാനുള്ള ആഭരണങ്ങളാണ് തിരുവാഭരണം എന്നുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹൈക്കോടതിയിൽ മുമ്പ് ഒരു കേസും ഇതിൻ്റെ അവകാശം സംബന്ധിച്ച് വന്നിരുന്നു. ഇതിനകത്തൊക്കെ വല്ല വസ്തുതയുണ്ടോ? നമ്മുടെ കഥയമമ എന്നുള്ള ഈ എപ്പിസോഡിൽ നമുക്കിന്ന് അയ്യപ്പനെയും ലളിതയും ചീരപ്പഞ്ചിറ തറവാടും ഒന്ന് സംസാരിച്ചാലോ? ഈ ചീരപ്പഞ്ചിറ എന്ന് പറഞ്ഞപ്പോൾ ഒരു 1996-97 സമയത്ത് ഡൽഹിയിൽ ആയിരുന്ന സുശീല ഗോപാലിനെ ഞാൻ എന്തൊരു പാർട്ടി പ്രശ്നം ചോദിക്കാൻ വിളിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ചിട്ട് എനിക്കിനി ഒരു കാര്യം കൂടി ചോദിച്ചാൽ കൊള്ളാം എന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചിട്ട് അയ്യപ്പനുമായിട്ട് സഖാവിന് എന്താ ബന്ധം എന്ന് ഞാൻ ചോദിച്ചു. തനിക്കറിയാമോ, ഞങ്ങളുടെ ചീരപ്പഞ്ചിറ കളരിയിൽ അവിടെയാണ് അയ്യപ്പൻ പഠിച്ചിരുന്നത്, മറ്റേ കളരി പഠിച്ചിരുന്നത്. ഞങ്ങൾക്ക് കുറെ കാലം വെടിവഴിപാടുണ്ടായിരുന്നടോ ശബരിമലയിൽ എന്ന് പറഞ്ഞു എന്നോട്. ശരിയാണ്, പണ്ട് ഈഴവ കമ്മ്യൂണിറ്റിക്ക് അത് ഇവർക്കായിരുന്നു, ചീരപ്പഞ്ചിറക്കായിരുന്നു. അതെ, ചീരപ്പഞ്ചിറക്കാണത്. അത് ആ വെടിവഴിപാട് പിന്നീട് ദേവസ്വം ബോർഡ് 1948 നിർത്തിയതിനെ സംബന്ധിച്ച കേസുകളാണ്. പിന്നെ ഒരുപാട് വർഷങ്ങൾ കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും. പിന്നെ കേസ് നടത്തിയിരുന്ന ഈ ചീരപ്പഞ്ചിറയിലും മരുമകനായിട്ട് വന്ന ഡോക്ടർ മരിച്ചുപോയ ശേഷമാണ് ആ കേസിന് ഒരു അഡ്വക്കേറ്റിനെയൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തത്. അല്ല, ഇപ്പോൾ പറഞ്ഞു വരുന്നത് അയ്യപ്പൻ എന്ന് പറയുന്ന പന്തള രാജകുമാരൻ ആലപ്പുഴയിലെ ചീരപ്പഞ്ചിറ തറവാട്ടിൽ കളരി അഭ്യാസം പഠിക്കാൻ വന്നിരുന്നു എന്നാണോ? എന്നാണ്. അത് വിശ്വാസമാണോ? അത് ആ കളരിയുടെ ഊരായ്മക്കാരുണ്ടല്ലോ, ഊരാളികൾ, അവർ വളരെ കാലമായിട്ട് പറയുന്ന അവരുടെ കഥ. അവിടെ വെച്ചാരാധനയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതൊക്കെ ഉണ്ട്. നമ്മൾ ഐതിഹ്യങ്ങൾ ഉണ്ടാക്കുന്ന എപ്പോഴും ഒരു യഥാർത്ഥ സംഭവത്തിനെ ചുറ്റിപ്പറ്റിയായിരിക്കുമല്ലോ. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സംഗതി ഉണ്ട്. അതല്ലാതെ എരുമേലിൽ ഒരു വീട്ടിൽ അയ്യപ്പന്റെ ഉടവാളിരിപ്പുണ്ട്. ഉടവാള് ഇവിടെ ഉണ്ട്. അതിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് പറയൂ. ഈ ഊരാളികൾ പറയുന്ന കളരി ഉടയോര് ഇപ്പൊ ഉടയോര് രണ്ടുപേരുണ്ട്. ഒരു ബാലസുബ്രഹ്മണ്യവും അദ്ദേഹത്തിന്റെ ഭാര്യയോ മാധവ ബാലസുബ്രഹ്മണ്യം. ഇത് ചേർത്തല തണ്ണീർമുക്കം ഭാഗത്ത് കണ്ടല്ലോ. മുഹമ്മയിലാണല്ലേ? മുഹമ്മയിലാണ് പി കൃഷ്ണപിള്ളയും പാമ്പ് കടിച്ച് മരിച്ചതുമൊക്കെ മുഹമ്മയിലാണ്. അപ്പോൾ ഇവർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 850 വർഷം മുമ്പ്, ഒരുപാട് വർഷത്തെയൊന്നും അവർ പറയുന്നില്ല, 850 വർഷം മുമ്പ് പന്തളത്ത് രാജശേഖര വർമ്മ എന്ന് പറഞ്ഞൊരു തമ്പുരാൻ വാണിരുന്നു. ആ കാലത്ത് ഈ കളരിയിലെ ഈ ചീരപ്പൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ ചീരപ്പഞ്ചിറ എന്ന് പറയുന്നത്. ഈ പണിക്കർ കളരി ഗുരുക്കളായിരുന്ന സമയത്ത് ഈ പന്തളം രാജാവ് പലപ്പോഴും സഹായത്തിന് ഈ ആയോധനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾക്കൊക്കെ വിളിക്കുമായിരുന്നു അദ്ദേഹത്തിന്. ആ സമയത്ത് ഈ പന്തളം കുടുംബത്തിന് മറവപ്പട ആക്രമിച്ചു. മറവപ്പട ആക്രമിച്ച സമയത്ത് ഈ രാജശേഖര വർമ്മ ഈ ചീരപ്പൻ ഗുരുക്കളുടെ സഹായം ആവശ്യപ്പെട്ടു. അങ്ങനെ മറ്റേ സഹായത്തിനൊക്കെ പോയി മറവപ്പടയൊക്കെ തുരത്തി ചീരപ്പൻ ഗുരുക്കളും മോചിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരു തവണ അവിടുന്ന് ഒരു പെൺകുട്ടിയെ മറവപ്പട തട്ടിക്കൊണ്ടുപോയി. അപ്പോഴും ഈ പെൺകുട്ടിയെ മോചിപ്പിച്ചു മറവപ്പടയിൽ നിന്ന്. പക്ഷെ വേറൊരു ഈ മറവപ്പടയുടെ കൂടെ ഉണ്ടായിരുന്നു ഈ കുട്ടി എന്നുള്ളതുകൊണ്ട് ആ കുട്ടിയെ മോചിപ്പിച്ചെങ്കിലും പിന്നീട് രാജകുടുംബം സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നാണ്. അപ്പോൾ ഈ ചീരപ്പൻ ഗുരുക്കളുടെ അനന്തരവനെ കൊണ്ട് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യിച്ചു. അങ്ങനെ പാണ്ഡ്യ രാജവംശവുമായിട്ട് ചീരപ്പഞ്ചിറയ്ക്ക് ഒരു ബന്ധം വരുന്നു അല്ലേ? അതെ. ഈ അവർക്കുണ്ടായ കുട്ടിയെ
രാജകുടുംബത്തിൽ തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പമ്പാ നദിക്കരയിൽ ഇവർ ഉപേക്ഷിച്ചു. ഈ ചിരപ്പൻ ചെറുക്കാരോ? ആ, ഒരു കുഞ്ഞുണ്ടാവുന്നു. ആ കുഞ്ഞ് മറ്റേ പന്തളം രാജകുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നൊരാഗ്രഹം. അപ്പോൾ ഈ കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിക്കുകയും അത് കഴിഞ്ഞ് ഈ രാജകുടുംബം ഈ അനാഥമായി കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. രാജാവ് കാട്ടിൽ വേട്ടയ്ക്ക് വരുമെന്ന് അറിഞ്ഞ് ആ വഴിയിൽ ഉപേക്ഷിക്കുന്നു, കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ കളരി ഗുരുവിൻ്റെ ചീരപ്പൻ ഗുരുക്കളുടെ മകളുടെ ശരിക്കുള്ള പേര് ചെറൂട്ടി എന്നായിരുന്നു. ഈ ചെറൂട്ടിയാണ് ലളിത, ലീല, മഞ്ജുമ. മഞ്ജുമ എന്ന് തമിഴിൽ ധാരാളം പറയാറുണ്ട് അത്രേ. ലളിത, ലീല, മഞ്ജുമ എന്നൊക്കെ പറയുന്നത് ഈ കുട്ടിയാണ്, ഈ ചെറൂട്ടി. ഈ ചെറൂട്ടിയാണ് ചെറിയ കുട്ടി. ചെറിയ കുട്ടി എന്ന് വെച്ചാൽ വിളിച്ച് ഓമന പേരിൽ ലളിത ആയിരിക്കും ശരിക്കുള്ള പേര്. ഐതിഹ്യങ്ങളിൽ 2 കഥകളുണ്ട്. അപ്പോൾ അതിൽ ഒരു കഥയിൽ ലളിതയും ഒരു കഥയിൽ ലീലയുമായിട്ടാണ് കാണുന്നത്. ഈ ചെറൂട്ടിയിൽ നിന്ന് ആണ് കുറേ കാര്യങ്ങൾ ഈ കളരിയിൽ അയ്യപ്പൻ പഠിക്കുന്നത്. അപ്പോൾ ഈ പൂഴിക്കടകൻ എന്ന് പറഞ്ഞ അഭ്യാസം ഈ ചീരപ്പൻ പണിക്കരാണ് അയ്യപ്പന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പ്രധാനമായിട്ടും അത് പഠിക്കുക. കാരണം അതിന് മുമ്പേ കളരി അഭ്യാസമൊക്കെ അയ്യപ്പൻ പഠിച്ചിട്ടുണ്ട്. ഈ പൂഴിക്കടകൻ ശരിക്ക് വശത്താക്കണം എന്ന് പറഞ്ഞിട്ടാണ് കളരിയിലേക്ക് വരുന്നത്. അങ്ങനെ അത് പൂഴിക്കടകൻ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലം കൈയിലെ ആയുധം പോവുക, നമ്മുടെ കയ്യിൽ ആയുധം ഇല്ലാതിരിക്കുക. പക്ഷെ നമുക്ക് മറ്റേ പരിചയമുണ്ട് ഇടതേ കയ്യിൽ, വലത്തെ കയ്യിൽ വാള് പോയി നമ്മൾ നിലത്ത് വീണ് കിടക്കുമ്പോൾ സാധാരണഗതിയിൽ പിന്നെ വെട്ടാൻ പാടില്ല എന്നാണ് നിയമം. അയാൾ നിരായുധനാണ്. പക്ഷെ ചില ചെറ്റകൾ ഇങ്ങനെ പിന്നെയും ആക്രമിക്കാനായിട്ട് വരും. അങ്ങനെയുള്ള ആളുകളെ ഈ പരിചയലുണ്ടല്ലോ, പൂഴി നിലത്ത് കിടക്കല്ലേ, അതിൽ പൂഴി നിറച്ചിട്ട് വാരി എറിയ, എന്നിട്ട് പ്രതിരോധം തീർക്കുക പൂഴി കൊണ്ട്. അതാണ് ഈ പൂഴിക്കടകൻ എന്ന് പറയുന്നത്. അതിന് ഭയങ്കരമായ അഭ്യാസവും ട്രിക്കും. പരിചയയിൽ പൂഴി വരിക, അയാളിലേക്ക് എറിയ, അയാളെ മറ്റേ ആയുധമൊക്കെ അയാളെ ഉപേക്ഷിക്കാനായിട്ട് നിർബന്ധിക്കുക. ഇങ്ങനത്തെ ഒരു അഭ്യാസ പരിപാടിയാണ് ഈ പൂഴിക്കടകൻ എന്ന് പറയുന്നത്. അതവിടെ പഠിക്കാനായിട്ട് അയ്യപ്പൻ എത്തുന്നു. അങ്ങനെ അയ്യപ്പൻ എത്തിയിരിക്കുമ്പോൾ പന്തളം കൊട്ടാരം ഉദയനൻ എന്ന് പറഞ്ഞ രാജാവ് ആക്രമിക്കുന്നു. അപ്പോൾ ഉദയനൻ. അപ്പോൾ ഉദയനൻ ആക്രമിക്കുമ്പോൾ വീണ്ടും ഈ ഗുരുക്കളുടെ അവിടെ മറ്റേ രാജാവിൻ്റെ അഭ്യർത്ഥന വരുന്നു, സഹായിക്കണം. അപ്പോൾ അയ്യപ്പന് പൂഴിക്കടകനൊക്കെ പഠിച്ചല്ലോ, അയ്യപ്പനെ തിരിച്ചു വിടുക, അയ്യപ്പന് മടങ്ങാം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ആണ് അച്ഛൻ, ശരിക്കുള്ള അച്ഛൻ എന്നാണ് അയ്യപ്പൻ വിചാരിക്കുന്നത്. അപ്പോൾ അച്ഛൻ വിളിക്കുന്നു, ഞാൻ മടങ്ങുകയാണ് എന്ന് അയ്യപ്പൻ പറയുന്നു. അപ്പോൾ ലീല കുറേ ദിവസമായിട്ട് ലീല ഇതൊക്കെ കണ്ട് അയ്യപ്പനെയൊക്കെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടല്ലോ. ലീല അയ്യപ്പനെ പഠിപ്പിച്ചിട്ടുണ്ട്. ലീല എന്താന്ന് വെച്ചാൽ കളരി ഗുരുക്കള് ചീരപ്പൻ പണിക്കർക്ക് എപ്പോഴും അദ്ദേഹം ഒരു സമയത്താണല്ലോ പഠിപ്പിക്കുന്നത്. അല്ലാത്ത സമയത്ത് അവിടെ ലീലയുണ്ടല്ലോ. അയ്യപ്പന്റെ കൂടെ തന്നെ നേരത്തെ തന്നെ അഭ്യാസം പഠിച്ചിട്ടുള്ള ആളാണ് ലീല. വിവാഹാഭ്യർത്ഥന നടത്തുന്നുണ്ട്. പോവുകയാണല്ലോ, എന്നെ ഇഷ്ടമാണോ, എന്നെ വിവാഹം ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ കഥയിൽ മണികണ്ഠൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഈ ദൗത്യം ഉണ്ടല്ലോ, ഉദയനനെ തീർക്കുക എന്നുള്ളത്, അത് തീരുന്നത് വരെ കാത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. കരിമല എന്ന് വന്ന ആളല്ലേ ആള്. അപ്പൊ ലീല എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുമായിരുന്നു അയ്യപ്പന്. അത് അരിയും ശർക്കരയും ചേർന്ന ഈ ഋതുമതിയാവുമ്പോൾ കഴിക്കുന്നതാണ്. ഋതുമതി കഞ്ഞി എന്നാണ് പറയുന്നത്. അത് അയ്യപ്പൻ മണികണ്ഠൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഭയങ്കര ഇഷ്ടമായി ഈ അരിയും ശർക്കരയും ഒക്കെ ചേർന്നത്. അപ്പോൾ അത് എല്ലാ ദിവസവും വേണം എന്ന് അയ്യപ്പൻ പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടമായി. അങ്ങനെ ഒരു സമയത്ത് മാത്രം പാകം ചെയ്യുന്ന ആ ഋതുമതി കഞ്ഞി എല്ലാ ദിവസവും അയ്യപ്പന് കൊടുക്കുമായിരുന്നു. ഈ അരിയും ശർക്കരയും അതാണ് അരവണയായിട്ട് മാറിയത് വിശ്വാസം. അത് ശരി.
പക്ഷേ ചീരപ്പൻ ചിറ കുടുംബം പറയുന്നത് ലീല എന്നല്ല, ശരിക്കും പേര് ലളിത എന്നായിരുന്നു എന്നാണ്. കാരണം ഈ കോടതി കേസ് രേഖകളിൽ ലളിത എന്നാണ് പറയുന്നത്. മാളികപ്പുറത്തമ്മ എന്നൊക്കെ പിന്നീട് വന്നതാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ ആ കളരിയുടെ അവിടെ ഒരു മൂലസ്ഥാനമുണ്ട്. ആ മൂലസ്ഥാനത്ത് സ്ത്രീ സന്താനങ്ങൾക്ക് താമസിക്കാനായിട്ട് പട്ടണത്ത് ശരി വീട് എന്ന് പറഞ്ഞിട്ട് ഒരു വീടുണ്ട്. അവിടെയാണ് ഈ ലീലയോ ലളിതയോ ആ കുട്ടി ചെറുകുട്ടി എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അവർ താമസിച്ചിരുന്നൊക്കെ അവിടെയാണ്. ഈ തറവാടിനടുത്ത് മുക്കാൽവട്ടം ക്ഷേത്രം ഉണ്ട്. ആ ക്ഷേത്രത്തിൽ ഈ ശബരിമലയിൽ പോകാൻ പറ്റാതായപ്പോൾ ചീരപ്പഞ്ചിറ ഗുരുക്കൾ ഈ പണിക്കര് അവിടെ അയ്യപ്പൻ ദർശനം കൊടുത്തു എന്നാണ് വിശ്വാസം. മുക്കാൽവട്ടം ക്ഷേത്രത്തിൽ അത് വേമ്പനാട് കായലിൽ നിന്നൊരു ചന്ദനത്തടി വന്നിട്ട് ആ ചന്ദനത്തടി വെച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങിയത് എന്നാണ് വിശ്വാസം. 2001 ശബരിമലയിൽ അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോൾ നിങ്ങൾ ചീരപ്പഞ്ചിറ കളരിയോട് ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, അതിന് പ്രായശ്ചിത്തം ചെയ്യണം പ്രശ്നത്തിൽ പറഞ്ഞു. അങ്ങനെ ഈ മുക്കാൽവട്ടം ക്ഷേത്രത്തിൽ വന്നിട്ട് പ്രായശ്ചിത്തം ചെയ്തിരുന്നു. അത് ആ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ഈ വെടിവഴിപാട് ചീരപ്പഞ്ചിറ കുടുംബത്തിന്റെ അവകാശം നിർത്തി വെച്ചതും പിന്നെ അത് വേറെ ആളുകൾക്ക് ലേലം ചെയ്ത് പരിപാടിയൊക്കെ ചെയ്തില്ലേ, അതിൻ്റെയാണത്. ഈ ലളിതയാണ് എന്നുള്ളതിന് ഈ ഹൈക്കോടതിയിൽ 32 തെളിവുകൾ ഹാജരാക്കിയതായിട്ട് അവർ പറയുന്നുണ്ട്. 1950 കൊല്ലം ജില്ലാ കോടതിയിൽ മാവേലിക്കര കോടതികളിലൊക്കെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കേസുകളുണ്ടായിരുന്നു. തിരുവാഭരണം സംബന്ധിച്ച കേസുണ്ടായിരുന്നു. തിരുവാഭരണം ലളിതയുടെ ആണ്, അതിൽ തങ്ങൾക്ക് അവകാശമുണ്ട്, അതിൽ ഭാഗം നമ്മുടെ ഇവിടെ വെക്കണം, ചീരപ്പഞ്ചിറയിൽ വെക്കണം എന്നൊക്കെ ഇവർ പറഞ്ഞു എന്നാണ്. തിരുവാഭരണത്തിൽ ലളിതയുടെ മാലയുണ്ട്. അത് അയ്യപ്പനുമായിട്ടുള്ള ബന്ധത്തിന് തെളിവായിട്ട് കേസിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ തിരുവാഭരണത്തിലെ മാല, ലളിതയുടെ ആ മാല എന്ന് പറഞ്ഞത് അയ്യപ്പൻ സമ്മാനിച്ചതായിരുന്നു. അയ്യപ്പൻ കൊടുത്താണ് പോകുമ്പോൾ. ഇപ്പോൾ അതിന് വീരശൃംഖല, ഈ ചീരപ്പഞ്ചിറയായിട്ടുള്ള ബന്ധം ദേവസ്വം ബോർഡ് വിച്ഛേദിക്കാൻ വേണ്ടിയിട്ട് ആ മാലയ്ക്ക് വീരശൃംഖല എന്നാണെന്ന് എന്ന് പേരിട്ടു. എന്നിട്ട് വീരശൃംഖല എന്ന് പറയാറുണ്ട്. എന്തൊരു തട്ടിപ്പാണല്ലേ എന്ന് ആ കേസ് രേഖകളിൽ പറയുന്നുണ്ട്. പന്തളം രാജാവ് ചെമ്പ് പട്ടയം ഇവർക്ക് വെടിവഴിപാടിന് കൊടുത്തിരുന്നു. ഈ ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മറവപ്പട ആ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ തുരത്തുന്നത്. ആ വെടിവഴിപാട് പുനഃസ്ഥാപിക്കാനായിട്ട് മാവേലിക്കര കോടതിയിൽ 1951 കേസ് കൊടുത്തിരുന്നു. ആ കേസിലും രേഖകളുണ്ട്. ദേവസ്വം ബോർഡാണെങ്കിൽ കൊല്ലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസും കൊടുത്തിരുന്നു. ആ കേസിൽ ഇവർ പറഞ്ഞു പന്തളം രാജാക്കന്മാർ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകളാണ്, അത് കാരണം തിരുവാഭരണം ഞങ്ങളാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അത് പാടില്ല, അങ്ങനെയൊന്നുമല്ല എന്നാണ് ചീരപ്പഞ്ചിറ വാദിച്ചത്. അപ്പോഴാണ് ലളിതയുടെ മാലയുടെ കാര്യം പറഞ്ഞത്. ലളിതയുടെ മാലയാണ്. പന്തളം രാജാവ് കമ്മ്യൂണിസ്റ്റ് അല്ല, ആര് കമ്മ്യൂണിസ്റ്റ്? പന്തളം കൊട്ടാരത്തിൽ ഇന്നുള്ള അതുകൊണ്ട് ഞങ്ങളാണ് സൂക്ഷിക്കേണ്ടത്, ഞങ്ങളാണ് വിശ്വാസികൾ എന്ന്. അവർ വിശ്വാസികളല്ലല്ലോ, വിശ്വാസമില്ല ഇല്ല. ഒരു വാദം ലളിതയുടെ മാലയാണെന്ന് അന്ന് ആ മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചിരുന്നു ആ വാദം. ഇത് മലയാളം വർഷം 893 ചെമ്പ് പട്ടയം കിട്ടിയത്. അതിൽ 825 ചേർത്താൽ ഇംഗ്ലീഷ് വർഷം കിട്ടും. 1718 ആ വർഷമാണ് കൊടുത്തിരിക്കുന്നത്. പന്തളം രാജാവ് അന്നത്തെ കുഞ്ഞൻ പണിക്കർക്ക് കാരാൺമ കൊടുത്തു. 18ാം പടിയിൽ ഇടതും വലത്തും മാളികപ്പുറത്തും വെടി വെക്കാം, അതാണ് അതിൽ പറഞ്ഞത്. മാളികപ്പുറത്ത് നെയ് വഴിപാട്, പുള്ളുവൻ പാട്ട് അതൊക്കെ അവിടെ നടത്തുക. 1942 ചീരപ്പഞ്ചിറയുടെ അവകാശം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. വെടിവഴിപാട് ഇവരുടെ ഇല്ലാതാക്കി. 1946 തിരുവിതാംകൂർ രാജാവിന് പരാതി കൊടുത്തു ചീരപ്പഞ്ചിറ കുടുംബം. പക്ഷേ അതിൽ തീരുമാനമൊന്നും ഉണ്ടായില്ല. 1948 ബോർഡിന് പരാതി കൊടുത്തു, അത് നിരാകരിച്ചു ബോർഡ്. പിന്നെയാണ് ഈ കോടതിയിൽ കേസിന് പോകുന്നത്. അപ്പോൾ മാവേലിക്കര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി കെ സദാശിവൻ 1958 ജനുവരി 27 ചീരപ്പഞ്ചിറ
തറവാടിന് അനുകൂലമായിട്ട് വിധിച്ചു. വിധിച്ചു. ആ വിധിക്കെതിരെ ഇതിൻ്റെ ഇടയ്ക്ക് പന്തളം തിരുവിതാംകൂറിന് കീഴടങ്ങി പന്തളം ഒരു സ്വന്തം രാജ്യമല്ലാതായിട്ട് മാറിയിരുന്നു 1794. അതാണ് ഈ തിരുവിതാംകൂർ. പക്ഷേ തിരുവിതാംകൂർ രാജാവിന് കീഴടങ്ങിയെങ്കിലും ഇവരുടെ അവകാശം നിലനിന്നു എന്നാണ് ചീരപ്പഞ്ചിറ പറയുന്നത്, വെടിവഴിപാട് അവകാശം. അപ്പോൾ ആ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ബോർഡ് പോയി. ഈ വെടിവഴിപാട് ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അതിൽ ജയിച്ചു അവർ. ബോർഡ് ജയിച്ചു ആ കേസിൽ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ തീട്ടൂരം ഉണ്ടല്ലോ കൊടുത്തു എന്ന് പറയുന്ന 1718 അത് കൈവശം ഇല്ല, നഷ്ടപ്പെട്ടു പോയി. പഴയ ചെമ്പുപട്ടയല്ലേ. ഇവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ വല്ല വാര്യരോടൊക്കെ ചോദിച്ചിട്ട് വാര്യരും അതിന് പറ്റുന്ന ജേർണലിസ്റ്റുകളും വേണം, അതും വേണം. മോൺസൺ മാവുങ്കലെ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പമായിരുന്നു. ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. MR രാഘവാര്യർ വായിച്ചാൽ മതിയല്ലോ, പണ്ട് കൊടുത്താണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയും ചെയ്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് 5% അവകാശം തരാമെന്ന് ഹൈക്കോടതി പറഞ്ഞായിട്ട് പറയുന്നുണ്ട്. അത് സമ്മതിച്ചില്ല ചീരപ്പഞ്ചിറ കുടുംബം. അല്ലെങ്കിൽ ഒരു അവകാശം നിലനിൽക്കുമായിരുന്നു. അപ്പോൾ ചീരപ്പഞ്ചിറയിൽ മരുമകനായിട്ട് വന്ന ഡോക്ടർ SR പണിക്കർ കേസ് നടത്തി, സുപ്രീം കോടതിയിൽ പോയി. അന്ന് പണ്ട് നിയമമന്ത്രിയായിരുന്ന അശോക് കുമാർ സെൻ, ബംഗാളി, അദ്ദേഹത്തിന് കേസ് നടത്താൻ ഏർപ്പാടാക്കി കൊടുത്തു. ആര്? AKG, സുശീല ഗോപാലിൻ്റെ ഭർത്താവ്. അങ്ങനെ മാത്രമേ AKG ചീരപ്പഞ്ചിറയെ സഹായിച്ചതായിട്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് അയ്യപ്പൻ മടങ്ങുന്ന സമയത്ത് ഒരു കാപ്പ്, വള, ആ കളരിയുടെ പടിയിൽ വെച്ചു. അത് ചെറുകുട്ടി സൂക്ഷിച്ചു ആ കാപ്പ്. ഒരിക്കലും അതെടുത്തപ്പോൾ ചെറുകുട്ടിക്ക് എന്തോ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടായി എന്ന് പറയുന്നു. അങ്ങനെ ഒരു പന്തളത്ത് രാജകൊട്ടാരത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ അയ്യപ്പനെ കണ്ടില്ല. മറവപ്പടയുമായിട്ട് ഏറ്റുമുട്ടാൻ ശബരിമലയിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. 18 മലകൾക്കിടയിലാണ് ആ മല, വലിയ മല. അവിടെ ചെറുകുട്ടി പോയി. കരിമലയല്ലേ? അവിടെ പോയി. കറുപ്പസ്വാമി, കൊച്ചുകടത്ത അവരുടെയൊക്കെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. കളരി ദേവത ഭദ്ര ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് എങ്ങനെയോ പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ മാളികപ്പുറത്തെ അമ്മയായിട്ട് അവർ പിന്നീട് മാറുന്ന കഥയാണ് അതിൻ്റെ അകത്തുള്ളത്. എന്തായാലും നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നൊക്കെ ഉള്ളത് മുമ്പും ഈ ലളിതയോട് പറഞ്ഞതായിട്ട് ലളിതയുടെ കഥയിൽ പറയുന്നുണ്ട്. എനിക്ക് വിവാഹത്തിന് ഒരു ലീലയോട് ഞാൻ തിരിച്ചു വന്നിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലളിതയുടെ കഥയിൽ ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അതുകൊണ്ട് വിവാഹം സാധ്യമല്ല. പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഒരുമിച്ചിരിക്കാനുള്ളൊരു അവസരം വരും എന്ന് പറഞ്ഞ് ഇതിന്റെ ബാക്കി എന്ന നിലയിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഈ അത് ചരിത്രകാരന്മാരും വിശ്വാസത്തിന് നിരക്കുന്നതല്ല. ഈ മറവപ്പടയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അയ്യപ്പൻ മരിച്ചുവെന്നും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ശാസ്താവിൻ്റെ വിഗ്രഹത്തിലേക്ക് ആത്മാവ് ലയിച്ചുപോയി. അപ്പോൾ കാണാൻ കഴിയാതെ ലളിത ഇവിടുന്ന് ഈ കടുത്ത സ്വാമി ഇങ്ങനെയുള്ള പരിവാരങ്ങളുമായി ചീരപ്പഞ്ചിറയിൽ നിന്നെത്തിയ ലളിത മനസ്സിലാക്കുന്ന ശബരിമലയിൽ അയ്യപ്പൻ മരിച്ചു എന്നുള്ളതാണ്. അവിടെ വെച്ച് ഹൃദയം പൊട്ടി ലളിതയും മരിച്ചു. ആ ലളിതയാണ് മാളികപ്പുറത്തമ്മ എന്നൊക്കെ ഒരു വെർഷനുണ്ട്. ഇതിൻ്റെ ആധികാരികതയൊന്നും അറിയില്ല, പക്ഷെ അങ്ങനെയും പറയപ്പെടുന്നു. അത്ര പ്രചാരമില്ലാത്ത കഥയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു പന്തളം രാജകുമാരനുണ്ടായിരുന്നു, ജീവിച്ചിരുന്നു. അയ്യപ്പനും ശാസ്താവും ഒന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം, വിശ്വാസികൾക്കും അറിയാം. ശാസ്താവ് നേരത്തെയുള്ളതാണ്, അയ്യപ്പൻ വേറെയാണ്. ഇത് രണ്ടും ഒന്നായി ലയിച്ചതാണ്. അയ്യപ്പൻ ജീവിച്ചിരുന്ന ആളാണ്. അതിൻ്റെ അടയാളങ്ങളാണ്. ഇപ്പോൾ എരുമേലിയിലെ വാളാണെങ്കിൽ പോരാളിയായിരുന്നു. പോരാളിയായിരുന്ന ഒരു യുവ കോമളനായിരുന്നു. അദ്ദേഹത്തിന് അസാധ്യമായ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ അക്കാലത്ത് ഈ പാണ്ഡ്യരാജാക്കന്മാർ വന്ന കാലത്ത് ജാതീയമായ വേർതിരിവുകൾ കേരളത്തിലുള്ള കാലമാണ്. എന്നാൽ പോലും ഈ വിദ്യ കൊണ്ട് സമ്പന്നരായ ആളുകളെ മാനിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ആയോധന വിദ്യയിൽ പ്രബലരായിരുന്ന ഈഴവ കുടുംബത്തിലേക്ക് രാജകുമാരനെ വിടുന്നത്. അവിടുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ താമസിക്കുകയായിരുന്നു. അപ്പോൾ ജാതി എന്ന് പറയുന്നത് ഈ ജനനം കൊണ്ട് മാത്രമല്ല. ജാതി ഇപ്പോൾ ക്ഷത്രിയരായിട്ട് രാജാക്കന്മാർ ക്ഷത്രിയന്മാരാണ്.
ഒരുപക്ഷെ ഈ ചീരപ്പഞ്ചിറക്കാരെ ക്ഷത്രിയരായി അവർ കണക്കാക്കിയിട്ടുണ്ടാവാം. കർമ്മം കൊണ്ടാണല്ലോ. കോഴ്സ് കാരണം പണിക്കർ എന്ന് പേരുണ്ടല്ലോ. അതാണ്, കർമ്മം കൊണ്ടാണ്. അപ്പോൾ ജാതി എന്ന് കാരണം ആ മേഖലയിലൊക്കെ ഈ ഈഴവർ അന്നും ഇന്നും എന്ന് പറഞ്ഞാൽ എനിക്ക് കൃഷ്ണന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അറിയാം, ഈഴവ രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇത് ഇല്ലങ്ങളുണ്ടായിരുന്നു. ഇത് ഊട്ടി ഉറപ്പിക്കുന്നത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നുള്ള 2 വരികൾ മാത്രമല്ല, ഗുണകർമ്മ വിഭാഗശഃ ആണ് എന്നതിൻ്റെ ഒരു തെളിവാണ് ചീരപ്പഞ്ചിറയിൽ അയ്യപ്പൻ വന്നത്, അല്ലേ? അത് താമസിച്ചത് ലീല ലളിതയൊക്കെ ആയിട്ട് ഇടപഴകി. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ ആദ്യത്തെ 2 വരിയെ പറയത്തുള്ളൂ. ചാതുർവർണ്ണ്യം ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്, ജനനം കൊണ്ടല്ല എന്ന് പറഞ്ഞ ഭാഗം കൊണ്ടാണ്. അത് മറച്ചു വെച്ചിട്ടാണ് ഈ ഹിന്ദു വിരുദ്ധ പ്രചാരം മുഴുവൻ നടത്തുന്നത്. അപ്പൊ അങ്ങനെയല്ലായിരുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശബരിമല അയ്യപ്പൻ ചീരപ്പഞ്ചിറയിൽ പഠിച്ചത്. അപ്പോൾ അതൊരു വലിയ അനുഭവമാണ്. അയ്യപ്പൻ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ആവേശവും ഒരു ഗൂസ് ബംസ് രോമാഞ്ചം ഉണ്ടാകുന്ന ഈഴവരായ എത്രയോ സംസ്കൃത അധ്യാപകരുണ്ടായിരുന്നു. തുറവൂർ വിശ്വംഭരൻ സാറിനെയൊക്കെ നമുക്ക് മറക്കാൻ പറ്റും. അല്ല, അതിനു മുമ്പും ഇപ്പോ മറ്റേ പുന്നശ്ശേരി നമ്പിയില്ലേ, പുന്നശ്ശേരി നമ്പി ദലിതരെ ഈഴവരെയൊക്കെ പഠിപ്പിച്ചിരുന്നു. അതെ, അല്ല നമുക്ക് ഈ ജാതിയില്ല എത്രയോ ഈ ശർമ്മൻ നമ്പൂതിരിപ്പാട് എങ്ങനെയായിരുന്നു? അത് ജാതി മതമൊന്നും ഉണ്ടായില്ലായിരുന്നു. അദ്ദേഹത്തിന് ഇടയ്ക്ക് വൃക്ക മാറ്റി വെച്ചിരുന്നു. അത് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. ഈ സുബ്ബജടാപാടികൾ എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ശൂദ്രന്മാരാണ് നായന്മാരെന്നല്ലേ പറയുന്നത്. അദ്ദേഹം കല്ലടക്കുറിച്ചിയിൽ 4 കൊല്ലം സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചിട്ടാണ് ചട്ടമ്പി സ്വാമികളെ വേദം പഠിപ്പിച്ചത്. അതെ. അപ്പൊ ജാതി എന്ന് പറയുന്നത് ഇങ്ങനെ ജന്മനാ ഉണ്ടാവുന്ന ഒരു സാധനമല്ല. ജാതി മാറാം. ബ്രഹ്മജ്ഞാനം കിട്ടിയവൻ ബ്രാഹ്മണനാവും, അല്ലേ? അതാണ്. ക്ഷാത്രവീര്യം കിട്ടിയ ക്ഷത്രിയനാവും. ഇന്നിപ്പോ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മറ്റേ കർത്തവ്യ ഇട്ടിരിക്കുന്നില്ലേ, ആ സംഗതിയാണ് പണ്ട് വേദങ്ങൾ പഠിച്ചാൽ ഇട്ട് കൊടുക്കുന്നതാണ്. ആർക്കും ഇട്ട് കൊടുക്കും. അതായിരുന്നു ജാതി. അത് പിന്നെ കാലാന്തരത്തിൽ നമ്മൾ കാണുന്ന ഒരു തിന്മയായി മാറിയതാണ്. അല്ല, ഹിന്ദു മതം എന്ന് പറയുന്നത് ജാതി വിവേചനത്തിന്റെ മതമല്ല. അതിന്റെ ഉദാഹരണമായിട്ട് അയ്യപ്പൻ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.